ഇവിടെ ശബരിനാഥ് ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങളല്ല, കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ചട്ടത്തിൽ അങ്ങ് ഇന്നലെ സ്പർശിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുവാനുള്ള ബാധ്യത ബഹുമാനിയായിട്ടുള്ള ശ്രീ കരമന രാജ്യത്തിനുണ്ട്. കരമന രാജ്യത്ത് അത് പറയുക തന്നെ ചെയ്യും. അതോടൊപ്പം ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു, ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിക്കുന്നു. ആ ശ്മശാനത്തിൽ ഇന്ന് ബഡ്ജറ്റ് അവതരണ വേളയിൽ കണക്കുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്നത്. പക്ഷേ ഇവിടെ കണക്കുകൾക്ക് അതീതമായി രാഷ്ട്രീയ ഇലക്ഷൻ കാലഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശബരിനാഥ് ശ്രമിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ പോകാൻ നിർവാഹമില്ല. ഇവിടെ ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഏകദേശം 2 മാസ കാലയളവേ ആയിട്ടുള്ളൂ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നിട്ട്. ഈ 2 മാസ കാലയളവ് കൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശാന്തി കവാടത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാം. അങ്ങിവിടെ ഒരു കവലപ്രസംഗം നടത്തുന്നത് പോലെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുവാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് 3-4 പ്രാവശ്യം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ട് സർ. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ ബോഡി ബുക്ക് ചെയ്യാനും ശ്മശാനത്തിൽ സംസ്കരിക്കുവാനും ഉള്ള ബുക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം രാത്രി 10 മണി വരെ ബോഡി എടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന ശേഷമാണ്. അവിടെ 10 മണി വരെ ബോഡി എടുക്കുന്നു. അവിടെ 2 ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 ഗ്യാസുമായി ബന്ധപ്പെട്ട സംസ്കരിക്കുന്നതിനോടുള്ള യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുന്നു. 4 വിറകിന്റെ ശ്മശാനമായിട്ടുള്ള വിറകിന്റെ ചിത കത്തിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അവിടെ കൂടെ എവിടെയും കൂടെ ഒരു എലി ഓടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ശബരിനാഥൻ അത്ര അങ്ങ് വിഷമിക്കേണ്ട. അവിടെ എലി ഓടിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് റോഡിൽ കൂടിയായിരിക്കും. അതിനകത്ത് പരിപാവനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആചാരമനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പവിത്രമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെ 3 ഷിഫ്റ്റായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. 3 ഷിഫ്റ്റായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ശ്മശാനത്തോടും റോഡിനോടും വെള്ളത്തോടും കുടിവെള്ളത്തോടും ഒക്കെ ഉള്ള ഭ്രമം കാണിക്കുന്ന ആളുകൾ 3 വെള്ളിയാഴ്ചയായിട്ടുള്ളൂ ഇവിടെ UDF അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ UDF അധികാരത്തിൽ ഇരുന്നപ്പോഴും ശാന്തി കവാടം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള UDFും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഭരണത്തിൽ ഇരുന്നിട്ടുള്ള LDFിന്റെ ഭരണ സംവിധാനം അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ പോയി ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർ കേൾക്കുമ്പോൾ അവിടെ ചിരിക്കുകയാണ്, നാട്ടുകാർ പരിഹസിക്കുകയാണ്. 4.5 പതിറ്റാണ്ട് കാലം അധികാരത്തിൽ ഇരുന്നിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ 1.5 മാസക്കാലം അപ്പൊ സമരം ചെയ്തപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ. ആ 1 മാസ കാലയളവിൽ ഈ ശ്മശാനം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പ്രസംഗിച്ചത് കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. സാർ, ഇതൊന്നും ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ സാധ്യമല്ല. ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംശുദ്ധമായിട്ടുള്ള ഭരണം, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഈ നാടിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം, അതൊക്കെ നടപ്പിലാക്കാൻ പ്രാണിയുള്ള ശേഷിയുള്ള ഒരു മേയറാണ് ഈ നഗരത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. അങ്ങനെ മറുപടി പറഞ്ഞാൽ ഞാൻ അതിനും മറുപടി പറയാം.